നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ, കോവിഡ് തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ടൊരു ഇതുപോലത്തെ സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ. അപ്പോൾ അങ്ങനെ വിജയവും തിരിച്ചു വരുന്നു. അപ്പോൾ ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയിൽ വെച്ചത്. അപ്പോൾ ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോകാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ, കാരണം നമ്മളുടെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസും ഡേ ഷോസ് ഒക്കെ നമുക്ക് ഹൗസ്ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏറ്റവും സക്സസ് റേറ്റുള്ള ബാനറാണ് മലയാളത്തിൽ. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയോഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇന്ദ്രനീലും രാഹുലുമാണ് ഡയറക്ടേഴ്സ്. നിങ്ങൾ അവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചി സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ധൈര്യം. കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിനോട് ചോദിക്കുകയും ചെയ്തു, പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ, അപ്പോൾ എന്നെ വെച്ചിങ്ങനെ ഒരു സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും. അപ്പോൾ ചേച്ചി അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ എബോവ് ആവറേജിന് മുകളിൽ, അല്ലെങ്കിൽ വെരി ഗുഡ് എബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന ഒരു സിനിമ അഭിപ്രായം തരുന്ന വലിയ കാര്യമാണ്. അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ഒരാളും തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡീസൻറ്റ് വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഫിയാൻ്റെ ധൈര്യത്തെക്കുറിച്ച് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. നല്ല ബുക്കിങ്സൊക്കെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രീൻ പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്യാൻ എക്സൽ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ തൻ്റെ സിനിമ കാണണമെന്നാണ് പറയാനുള്ളത്. കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രനാൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സിനിമയും നല്ല രീതിയിൽ വരാനായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിൽ കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോൾ സിനിമയുടെ ഒരു റിവ്യൂസും ഫീഡ്ബാക്സ് ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. നല്ല സിനിമയാണെന്ന് കണ്ട അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. സിബി സംസാരിക്കും. താങ്ക് യു. ഹായ് ഓൾ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രോജക്റ്റ് ഞാൻ അത്യാവശ്യം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ 1.5-2 വർഷത്തോളം എനിക്ക് ഗ്യാപ്പാണ്. മ്യൂസിക് ഡയറക്ഷൻ ബേസ് ഞാൻ വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വന്നൊരു പ്രോജക്റ്റായിരുന്നു. 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ എന്നെ ഡ്രൈവ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന് ഓഫ് കോഴ്സ് വീക്കെൻഡിൻ്റെ പടമായതുകൊണ്ട്. സെക്കൻഡ്, എനിക്ക് ഇന്ദ്രനീലം ഫസ്റ്റ് ഒരു ചെറിയൊരു കട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണുമ്പോൾ.
അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള വിഷ്വൽ സൈഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ പടത്തിന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് സൗണ്ട്സ്കേപ്പ് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ഡെഫിനറ്റ് ആയിരുന്നു. അവർ ഈ കുറച്ച് റെട്രോ സിന്ത്, അപ്പം എന്നെ സംബന്ധിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഇന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ, അവസാനമായിട്ട് ഫയൽസ് ഡെലിവറി ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അപ്പം മൊത്തത്തിൽ നന്നായിട്ട് വന്നു. എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്റ്റിൻ്റെ എല്ലാവരും നല്ലത് പറയുന്നുണ്ട്, പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെയൊന്നും നാക്കണ്ട. അല്ല അങ്ങനെയൊന്നും അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇപ്പം വെറുതെ തീരുമാനം വിട്ടിട്ട് കാര്യമില്ല. കാരണം സിനിമയാകുമ്പോൾ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പൊ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണല്ലോ. അപ്പൊ അതിനിടയിൽ ചില സിനിമകൾ ഓടും, ചില സിനിമകൾ, നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ ഒരിക്കലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നത് മാത്രം. കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം, മുൻകൂർ ഓടും. അല്ല ചുമ്മായാണ്. അല്ല അങ്ങനെയല്ല, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പം അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞ് സക്സസ്. അപ്പോൾ എന്തായാലും സന്തോഷം, അത്രേ ഉള്ളൂ. കണ്ടിട്ടുണ്ടോ ചേച്ചി? അറിയില്ല, ഇല്ല, ബേസിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. അത് എന്നോടല്ല, നിങ്ങൾ പറയണം. ബേസിക്കലി ഒരു ക്രീപ്പിനെസ് നമ്മുടെ കില്ലെന്ന് വേണം തോന്നി. അപ്പോൾ അതിൽ പണ്ട് 90 സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷാർക്ക് എന്ന് പറഞ്ഞൊരു കോമൺ സംഭവം കില്ലെന്ന് കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ അത് ഷിപ്പുമായിട്ട് അല്ലെങ്കിൽ റോഷാക്ക് അങ്ങനെ കണക്ഷനൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബേസിക്കായിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ഷാർക്കിൻ്റെ ഒരു കഷ്ണം. സോ അത് കില്ലെന്ന് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. സോ ആദ്യം നമ്മൾ സീനിയർ ആക്ടറിനെയൊക്കെ ആയിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനലി സ്ക്രിപ്റ്റ് കുറേ ചേഞ്ചസ് വരുത്തിയപ്പോൾ ധ്യാൻ ചേട്ടൻ ടീനമീരായിട്ട് തോന്നി. ധ്യാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്തു, പുള്ളി ഓക്കെ പറഞ്ഞു. അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇതിൽ ശരിക്കുള്ള നായകൻ സിജിച്ചേട്ടനാണ്. ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ സിജിച്ചേട്ടനാണ്. അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിജിച്ചേട്ടനാണ്. നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നായകനാണല്ലോ വില്ലനെ പിടിക്കുന്നത്. ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി വേണ്ടിയിരുന്നു. അല്ലല്ല, ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല, കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല. അതിന് വേണ്ടിയിട്ട് സിജിച്ചേട്ടൻ. അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിജിച്ചേട്ടനാണ് ഇവിടുത്തെ നായകൻ. രണ്ട് എക്സ്പീരിയൻസ് ആണ്. ഇന്റർവ്യൂ വേറാണ്, സിനിമ വേറാണ്. സിനിമയിൽ കഥാപാത്രമല്ല. അപ്പോൾ ധ്യാനാണെങ്കിൽ ഇന്റർവ്യൂലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇന്റർവ്യൂവില് തമാശകള് സിനിമയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഇസ് ഡിഫറെന്റ്, സിനിമയിലെ കഥാപാത്രം ഇസ് ഡിഫറെന്റ്. അപ്പോൾ അവിടെ കാരണം ഇത് ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഇതൊരു നാട്ടുമ്പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും, കാരണം കുറച്ച് 1-2 പേരിൽ പറയുന്നത് കേട്ടു, ഇതിൽ ഹ്യൂമർ ഒന്നുമില്ലല്ലോ, കോമഡി ഒന്നുമില്ല. നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം
മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം. അതിൽ കുറച്ച് കാരിക്കച്ചറിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ഇതൊരു കോമഡി പടമല്ല. ഒരു പോയിന്റ് ശേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി. അത്ര അല്ല, എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ്. അപ്പൊ അവരോട് ചോദിക്കണം, എനിക്ക് എല്ലാ റോളും ഒരുപോലെ അല്ലേ? എടാ ധ്യാനേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോ ധ്യാനം ഏതാ അതെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. നീ അല്ലല്ല, അവൻ ചോദിച്ചാൽ കറക്റ്റല്ലേ? അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനൊരു സിനിമ, ഒരു കഥ വരുമ്പോൾ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവർ വിസ്ലിംഗ് വുഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ. ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനിലൂടെ നിൽക്കുക. അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ന്യൂ ഏജ് അവർ പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും വല്ലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ആണ് പേഴ്സണൽ നോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവ് ആക്ഷൻ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലടേ. ഈ സക്സസും ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നുമില്ല. അപ്പം പടം ഓടുക, ആത്യന്തികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിൽ അടുത്തത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു നടനുണ്ടെന്ന് കണ്ടതാണ് വിനീതേട്ടനായിരുന്നു. അത് പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. ഇപ്പൊ തുടരെ എല്ലാ പടത്തിലും ഞാന്റെ പടം ഞാൻ അഭിനയിച്ചുകൊണ്ട് ഈ പടം മോശമാവുന്നില്ല. പക്ഷെ ഞാൻ ഇത്തരം പടങ്ങൾ ചെയ്തു. ഞാൻ ചേട്ടന് ഒരു പേഴ്സണലി പടം പേഴ്സണലി ഒരു പടം എത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് ഒരു പാഷൻ തോന്നാത്തതിന്റെ കാരണം അല്ല, എനിക്ക് പണ്ട് മുതലേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ളൊരു സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. കപ്പ്യാര് അജു നീരജ് ഉള്ളത് കൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജുവും ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ. അപ്പൊ എനിക്ക് പണ്ട് മുതലേ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് നല്ലത് വരുമ്പോൾ, നല്ല കഥകൾ വരുമ്പോൾ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ്. അപ്പം അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത്, കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖറിന് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പിന്നെ അത് താഴ്ത്തി ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു ബാംഗ്ലൂർ സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു. അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിനുശേഷം
ഇന്ദ്രനീലും ഇതും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തത് ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവര് ഞാൻ നിരന്തരമായ ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അപ്പോൾ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, അല്ല നല്ല രസമുണ്ട് കാണാൻ സിനിമയിൽ. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമുക്കും ആ ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിലും കാണാത്തത് കൊണ്ട് ചില സിനിമകൾ, പിന്നെ അതിഥിയുമായിട്ട് കഥയും നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെ. ധ്യാൻ എന്ന് പറഞ്ഞൊരു നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എത്ര നമുക്കറിയാം. അത് ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ട്, അല്ലെങ്കിൽ രണ്ടാളും അഭിനയിക്കാൻ റെഡിയാണ്, വരുന്നില്ല. അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു, ചെയ്യുന്നു. ഇവന്റെ അത്രയും വരുന്നില്ല. അല്ല, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നിറയെ ഒരു വർഷം ഒരു 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില് ഞാൻ നടികളിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിൽ 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണത്. അപ്പൊ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ, വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു 40 സിനിമയുള്ള ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 13-14 ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് 4 എല്ലാം എന്റെ തലയിലെടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നവരോടാണ്, ഈ കഥാപാത്രങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ കിട്ടുന്നൊരു എഫേർട്ട് ഉണ്ടാവും. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും, അല്ലെങ്കിൽ പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഇതൊരു നടനെ സംബന്ധിച്ച് ഇത്ര സിനിമകൾ ചെയ്യുമ്പോഴൊരു കാര്യം. അപ്പോൾ ധ്യാൻ എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ ഒരു എങ്ങനെയായിരുന്നു? ധ്യാനത്തില് ചോദിക്കുന്നത് അല്ല, നിങ്ങളുടെ അടുത്തായിരുന്നു ചോദിക്കുന്നത്. ധ്യാന്റെ ഇത്തരം വളർച്ച കാണുമ്പോൾ ഒരിക്കലുമില്ല. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. എന്താണ് ഇപ്പൊ ഞാൻ പറയട്ടത്? ഓരോ ആക്ടേഴ്സും, ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. ധ്യാനും ധ്യാൻ്റെ വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുന്നതൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിക്കും. എന്നോട് ചോദിക്കുകയാണല്ലോ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ധ്യാൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. ഏതാ ഇവിടെ നാളെ നീ ഒരു സിനിമ ചെയ്യണം വിളിക്കണം, ഞാൻ വരുവാണ്, അതിന്റെ കഥയെല്ലാം കൊള്ളൂല്ലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ആ ഒരു ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ. ഇവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ നീ തന്നെ തിരിച്ചു പോകും. ആ അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അതിലൊരു ബന്ധം. ഇനി നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോണിച്ചേട്ടൻ കണ്ടു സ്കോഡ് 2 വിളിച്ചാൽ ഞാൻ പോകും.